സാറേ പഠിക്കാൻ മാത്രം അങ്ങോട്ട് ഒരു താല്പര്യവുമില്ല. പഠിത്തമെന്ന് കേൾക്കുമ്പോൾ തന്നെ അവന് ഭയങ്കര ദേഷ്യമാണ്. പഠിക്കുന്ന കാര്യത്തിൽ ഒരു താല്പര്യവുമില്ല. ബാക്കി എല്ലാ കാര്യത്തിനും ഭയങ്കര ഇതാണ്. ബാക്കി എല്ലാ കാര്യത്തിനും മിടുക്കനാണ്. പഠിക്കുന്ന കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം പേരൻസ് വിളിക്കാറുണ്ട്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഒരു കുട്ടിക്ക് പഠിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്വിച്ചിട്ടതുപോലെ നമുക്കൊരു കുട്ടി ഒരു പർട്ടിക്കുലർ വർഷം വന്ന് പഠിക്കാനൊന്നും പറ്റത്തില്ല. ചെറിയ പ്രായം മുതലേ നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ് പഠനത്തോടുള്ള അപ്രോച്ചായാലും ജീവിതത്തോടുള്ള അപ്രോച്ചായാലും എല്ലാ കാര്യങ്ങളും. പോസിറ്റീവായിട്ടൊരു കുട്ടിയെ ഗ്രൂം ചെയ്ത് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഹയർ ക്ലാസ്സുകളിലേക്കൊക്കെ വരുമ്പോൾ ആ നിലവാരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ് ആ കുട്ടികൾ ഏറ്റെടുക്കും. നേരെ മറിച്ച് അത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാത്ത കുട്ടികളിൽ പല പ്രശ്നങ്ങളും കാണും. ഇനി പ്രശ്നങ്ങളുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ പ്രശ്നം എന്താണെന്നൊന്ന് കണ്ടുപിടിക്കാൻ, ആ പ്രശ്നം ഒന്ന് മനസ്സിലാക്കാൻ, ആ കുട്ടിയെ ഒന്ന് മനസ്സിലാക്കാൻ, അങ്ങനെയൊക്കെയാണ് നമ്മൾ അതിനെ റെക്ടിഫൈ ചെയ്യാനുള്ളൊരു അപ്രോച്ച് എടുക്കുന്നത്. എങ്ങനെയാണ് ഇത്തരം വിഷയങ്ങളെ സമീപിക്കേണ്ടത്, അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. കുറച്ച് മുമ്പ് ഒരു അമ്മയുമായിട്ട് സംസാരിക്കുകയായിരുന്നു. അമ്മ വിളിച്ചത് തന്നെ മകൾ ടീനേജിലാണ്, അവൾ 8ാം ക്ലാസ്സിലാണ്. അവൾക്ക് പഠിക്കാൻ തീരെ താല്പര്യമില്ല സാറേ. ബാക്കി എല്ലാ കാര്യത്തിനും അവൾക്ക് ഒരു കുഴപ്പമില്ല, പഠിക്കുന്ന കാര്യത്തിൽ മാത്രം അവൾക്ക് ബുദ്ധിമുട്ടാണ്. ഇനി എങ്ങനെയെങ്കിലും ഒന്ന് പഠിപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചാൽ പരീക്ഷയ്ക്ക് മാർക്കൊന്നും തന്നെ ഇല്ല. പിന്നെ ഞാനങ്ങ് മടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ അമ്മ എന്നോട് സംസാരിക്കുന്നത്. ഞാൻ അമ്മയോട് ചോദിച്ചൊരു കാര്യം, ഈ കുട്ടിക്ക് പഠിക്കാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? അതില്ല സാറേ, ഞാൻ സ്ഥിരമായിട്ട് അവളെ ഉപദേശിക്കും. അപ്പം അങ്ങോട്ട് കുറേ ഉപദേശങ്ങളാണ് കൊടുക്കുന്നത്. കുട്ടിയുടെ പ്രോബ്ലം എന്താണെന്ന് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. കുട്ടിയോടൊത്ത് ക്ഷമയോടെ കുറച്ച് സമയം ചിലവഴിച്ചിട്ടുണ്ടോ? കുട്ടിക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കുറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് ആ ആൻസർ ഷീറ്റൊക്കെ എടുത്ത് വെച്ചിട്ടൊന്ന് അനലൈസ് ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. അമ്മയൊരു ടീച്ചറുമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതാണ് പലപ്പോഴും നമ്മുടെ കുട്ടികളെ പറ്റിയുള്ള കുട്ടികളോടുള്ള നമ്മുടെ സമീപനങ്ങൾ. കുട്ടികൾ പഠിക്കാത്തതിന് പല കാരണങ്ങളുണ്ട്. ധാരാളം പേരൻസാണ് എന്നെ കുട്ടി പഠിക്കുന്നില്ല, പഠിക്കാൻ മാത്രം താല്പര്യമില്ല, അല്ലെങ്കിൽ ടീനേജിലായി അതോടുകൂടി പഠിത്തമെല്ലാം അലങ്കോലമായി, 10ാം ക്ലാസ്സിലായി തീരെ ഗൗരവമില്ല, അല്ലെങ്കിൽ തീരെ സീരിയസ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്ന ധാരാളം പേരൻസ് ഉണ്ട്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഞാനൊരു സിസ്റ്റമാറ്റിക്കായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം പലപ്പോഴും ഇത്തരം ചോദ്യങ്ങളൊക്കെ വീഡിയോയിലൂടെ ചോദിക്കുമ്പോൾ അതിന് ഒരു മറുപടി കൊടുക്കാനായിട്ട് വീഡിയോയുടെ കമൻറ്റിലൊക്കെ അത്ര ദീർഘമായിട്ട് നമുക്ക് ഒരു ഉത്തരം എഴുതാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഒരു വീഡിയോ തന്നെ ഇതിനെക്കുറിച്ച് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, കുട്ടി പഠിക്കുന്ന സ്കൂളിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇത് നമ്മൾ പലപ്പോഴും അന്വേഷിക്കുന്നേ ഇല്ല. സ്കൂളിൽ തന്നെ പിയർ ഗ്രൂപ്പിൽ ഒക്കെയുള്ള പ്രശ്നങ്ങൾ, അതുപോലെ ചില തരത്തിലുള്ള ബുള്ളിങ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇഷ്യൂസുണ്ട്. ചില കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് സ്കൂളിൽ തന്നെ പല പ്രശ്നങ്ങളുമുണ്ട്. കുട്ടിക്ക് സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കുട്ടിക്ക് പഠിക്കാൻ താല്പര്യമില്ല എന്ന് കാണുമ്പോൾ ഈ പ്രശ്നമൊന്ന് സാവകാശം ഒന്ന് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ബുദ്ധിപരമായ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ആ കുട്ടിക്ക് ചേരുന്ന ഒരു സിലബസാണോ? ചില കുട്ടികളൊക്കെ പഠിക്കുന്നത് വലിയ സിലബസ്, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ വലിയ സിലബസിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ആ സിലബസ് താങ്ങാനുള്ള ഒരു കപ്പാസിറ്റി കാണത്തില്ല. കാരണം നമ്മുടെ നാട്ടിലെ ഈ CBSE ICSE സ്കൂളുകളുടെയൊക്കെ ഒരു ബഹുഭൂരിപക്ഷം സ്കൂളുകളുടെയും വിചാരം അത് പഠിച്ച് പരീക്ഷ എഴുതാൻ മാത്രമുള്ളൊരു സിലബസാണെന്നാണ്. അവിടെ വേറൊരു ആക്ടിവിറ്റിക്ക് അവർ യാതൊരു വിലയും കൊടുക്കുന്നില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ എപ്പോഴും പരീക്ഷ, എപ്പോഴും പഠിത്തവും, എപ്പോഴും മാർക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് അവിടെ നടക്കുന്നത്. ചില കുട്ടികൾ അതുമായിട്ട് അങ്ങോട്ട് പൊരുത്തപ്പെട്ടു എന്ന് വരില്ല. തീർച്ചയായിട്ടും അങ്ങനെയുള്ള കുട്ടികൾ ഓരോ ക്ലാസ് കഴിയുന്തോറും പുറകോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ചില കുട്ടികളുടെ മെൻ്റൽ ഇമോഷണൽ ഏരിയയിൽ പ്രശ്നങ്ങളുണ്ട്. ഫിയറും ആങ്സൈറ്റിയൊക്കെ ഉള്ള കുട്ടികളുണ്ട്, പേടിയുള്ള കുട്ടികൾ. ഇപ്പം ഞാൻ ഇപ്പോൾ സംസാരിച്ച അമ്മ തന്നെ എന്നോട് പറഞ്ഞത്, എന്നോട് പോലും അവൾക്ക് ഇപ്പോൾ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പേടിയാണ് എന്ന് 2 ദിവസം മുമ്പ് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അമ്മയോട് പോലും ആ കുട്ടിക്ക് സംസാരിക്കാൻ പേടിയാണ്. അപ്പോൾ സ്കൂളിൽ അതിനേക്കാളും പേടിയായിരിക്കും. ഫിയറുള്ള കുട്ടികളെ സംബന്ധിച്ച് വേറൊന്നും മാനിഫെസ്റ്റ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ വേറൊന്നും അവർക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റില്ല. ഫിയർ മറ്റെല്ലാ കഴിവുകളെയും ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ്. ഫിയർ മാറ്റണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു സമീപനം മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവണം, അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടാവണം. പല കുട്ടികൾക്ക് ആങ്സൈറ്റി ഉണ്ട്, ഒരു അമിതമായ ആകുലതകളുള്ളവരാണ്. തൊട്ടതും പിടിച്ചതും എല്ലാം അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ പെർഫോം ചെയ്യാൻ പ്രയാസം വരും. പൂവർ ടീച്ചിങ് ആണ് വേറൊരു വലിയ കുഴപ്പം. പലപ്പോഴും നമ്മുടെ ടീച്ചിങ്ങിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സിന് ഒരു പർട്ടിക്കുലർ രീതി മാത്രമേ പഠിപ്പിക്കാൻ അറിയുള്ളൂ. ക്ലാസ്സിൽ 3 തരം കുട്ടികളുണ്ട്. വളരെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. എങ്ങനെ പഠിപ്പിച്ചാലും പഠിപ്പിച്ചില്ലെങ്കിലും അവർ പഠിക്കും. വേറൊരു കൂട്ടരെന്ന് പറയുന്നത് ഒരു നല്ല എഫേർട്ട് ഇട്ടാൽ മാത്രം പഠിക്കുന്ന കുട്ടികളാണ്. മൂന്നാമതൊരു ഗ്രൂപ്പുണ്ട്,
അവരെ സംബന്ധിച്ച് നമ്മൾ എത്ര എഫേർട്ട് ഇട്ടാലും ചിലപ്പോൾ അവർക്ക് പഠിക്കാൻ പറ്റില്ല. അവരുടെ രീതിയിൽ പഠിപ്പിച്ചെങ്കിൽ മാത്രമേ അവർക്ക് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. ഈ 3 ഗ്രൂപ്പിനെയും കൈകാര്യം ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനെയാണ് ഇൻക്ലൂസീവ് ക്ലാസ് റൂം എന്ന് പറയുന്നത്. മിടുക്കരായ ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നു, ഈ 3 ഗ്രൂപ്പിനെയും കൈകാര്യം ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ അവർക്കറിയാം. അതാണ് ഒരു ടീച്ചറിൻ്റെ മെച്യൂരിറ്റി എന്നൊക്കെ പറയുന്നത്. പക്ഷേ അത്തരത്തിലുള്ള ട്രെയിനിങ് ഒന്നും ടീച്ചർമാർക്ക് അധികം ഒന്നും കിട്ടുന്നില്ല. വേറൊരു വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പഠിത്തം ഒരു വളരെ മൊണോട്ടണസ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട്. കുറേ നോട്ട്സ് കൊടുക്കുക, പഠിക്കുക, കുറേ ക്വസ്റ്റ്യന്, കുറേ ആൻസറ്, കുറേ പരീക്ഷ, മാർക്ക്, ഇത്രയേ ഉള്ളൂ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഇതിനകത്തൊരു ഹാപ്പിനെസ് ഇല്ല, ഇതിനകത്തൊരു ജോയ് ഓഫ് ലേണിംഗ് ഇല്ല, ഇതിനകത്തൊരു എന്തൂസിയാസമോ സ്പിരിറ്റോ മോട്ടിവേഷനോ ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെയാണ് ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ദാരിദ്ര്യം എന്ന് പറയുന്നത്. ഇപ്പം ഒരു 3 ദിവസം മുമ്പ് ഡോക്ടർ വർഗീസ് കുര്യൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. നമ്മൾ സയൻസൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഈ വർഗീസ് കുര്യൻ എന്ന് പറയുന്ന ആളാരാണ്, എങ്ങനെയാണ് അദ്ദേഹം ഇങ്ങനെ വലിയൊരു പ്രതിഭയായത്, എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഫാദർ ഓഫ് വൈറ്റ് റവല്യൂഷൻ എന്ന് വിളിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ സയൻസിൻ്റെ കൂടെയൊക്കെ പഠിപ്പിക്കാൻ കഴിഞ്ഞാൽ കുറേ വ്യക്തികളെ പരിചയപ്പെടുത്തി കൊടുക്കുക, സംഭവങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുക. ഇപ്പോൾ ഒരു ഐൻസ്റ്റീനെ പോലും ഒരു കഥ പോലും ഒരു കുട്ടി കേട്ടിട്ടില്ല. ഇപ്പോൾ ഫിസിക്സ് എന്ന് പറയുന്നത് കുറേ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. എന്തിനാണ് പറയുന്നത്, ഇംഗ്ലീഷും മലയാളവും പോലും കുറേ നോട്ടെഴുത്താണെന്ന് ക്ലാസ്സുകളിലൊക്കെ നടക്കുന്നത്. ഇതൊരു മൊണോട്ടണസ് ആക്ടിവിറ്റിയാണ്. കുട്ടികൾക്കൊന്നും ഒരു താല്പര്യമില്ല. ഒരു മലയാള അധ്യാപനമോ ഇംഗ്ലീഷ് അധ്യാപനമോ ഒക്കെ ഒരു ഭാഷയിലും സാഹിത്യത്തിലുമൊക്കെയുള്ള ഒരു നിറവിൽ നിൽക്കുമ്പോൾ ഒരു ധാരാളം കഥകളും സംഭവങ്ങളും ഒക്കെ പറഞ്ഞാണ് ആ ക്ലാസ്സിനെയൊക്കെ പരിപോഷിപ്പിക്കുന്നത്. ഇങ്ങനെയാണ് കുട്ടികളുടെ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ. ഇത് ചരിത്രം, എന്തിനാണ് ചരിത്രം പഠിക്കുന്നതെന്ന് പല കുട്ടികൾക്കും അറിയില്ല. എന്താ കാര്യം, ചരിത്രം എന്ന് പറഞ്ഞ് കുറേ നോട്ട്സ് കൊടുത്താൽ കുട്ടികൾക്ക് എങ്ങനെയാണ് അതിനോട് താല്പര്യം വരുന്നത്? ഹിസ്റ്ററി എന്നൊക്കെ പറയുന്ന കുട്ടികളെ എക്സെപ്ഷണലി മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ മനോഹരമായ ഒരു സബ്ജക്റ്റാണ്. അത് പഠിക്കുന്ന എന്തിനാണെന്നൊക്കെ ഉള്ളൊരു അഭിമാന ബോധം കുട്ടികളിൽ സൃഷ്ടിക്കാൻ കഴിയും. കാരണം ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനെക്കുറിച്ച് പഠിക്കുകയാണ്. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ് ഒരു നല്ല സിറ്റിസൺ ആകുന്നതെന്ന് പറഞ്ഞാൽ തന്നെ കുട്ടികൾ മോട്ടിവേറ്റഡ് ആകും. ഇതെന്തിനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്നത്, ഇതൊക്കെ ഈ ചവറൊക്കെ എന്തിനാണ് പഠിക്കുന്നത്? ഒരു പേരൻറ്റ് ചോദിക്കുന്നതാണ്. ഒരു പേരൻറ്റ് എന്നോട് ചോദിച്ചത്, സാറേ എഞ്ചിനീയർ ആകാൻ വേണ്ടി എന്തിനാണ് ഹിസ്റ്ററിയും ജോഗ്രഫിയും പഠിക്കുന്നത്? അപ്പോൾ അത്ര നിലവാരം കുറഞ്ഞ അവസ്ഥയിലാണ് പല പേരൻസും ഇരിക്കുന്നത്. ടീച്ചേഴ്സിൻ്റെ കാര്യം പറയുകയും വേണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറിയാൽ തന്നെ കുട്ടികൾക്ക് ആ പഠന പ്രക്രിയയെ ഒന്ന് ഹാപ്പിയാക്കി കൊടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഒന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കണം. അടിസ്ഥാനപരമായ അവരറിയേണ്ട കാര്യങ്ങളൊക്കെ അറിയുക, അതിൽ നിന്ന് മറ്റ് സബ്ജക്റ്റുകളെല്ലാം ഒന്ന് കണക്ട് ചെയ്യുകയൊക്കെ ചെയ്ത് ദേ ഫീൽ വെരി ഹാപ്പി. പിന്നെ പല കുട്ടികളെ സംബന്ധിച്ച് ലേണിംഗ് ഡിസബിലിറ്റി, ADHD ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾക്ക് അവർക്ക് ശ്രദ്ധ കുറവായിരിക്കും, അവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവരുടെ ലേണിംഗ് കുറവായിരിക്കും, അവർ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യത്തില്ല, പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത്തരം കുട്ടികളെ സംബന്ധിച്ച് ഒരു പഠനത്തിൽ പുറകോട്ട് പോയി ഇത് ചെറിയ പ്രായത്തിൽ തന്നെ റെക്ടിഫൈ ചെയ്തില്ലെങ്കിൽ ടീനേജിൽ വരുമ്പോൾ, മുതിർന്ന ക്ലാസ്സിൽ വരുമ്പോൾ അവരൊരു നല്ല ലേണർ ആവാനുള്ള ചാൻസ് കുറവാണ്. അതുപോലെ തന്നെയാണ് ഡിസ്ലെക്സിയ അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ. അപ്പോൾ പഠനത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം, അടിസ്ഥാനം ഉറപ്പിച്ച് മേളോട്ട് വരുന്നതാണ് നല്ലത്. ഒരുപാട് പഠിപ്പിച്ച് കുറേ സിലബസ് കവർ ചെയ്ത് കുറേ മാർക്ക് വാങ്ങിപ്പിക്കുന്ന പ്രക്രിയ അല്ല ചെറിയ ക്ലാസ്സുകളിൽ ആവശ്യം. പലപ്പോഴും വിദ്യാഭ്യാസത്തെ ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്നത് ഒരു 6ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിലാണ്. കാരണം ഈ സമയത്താണ് കുട്ടിക്ക് എഴുതാനറിയാമോ, വായിക്കാനറിയാമോ, സയൻസ് അറിയാമോ, കണക്കറിയാമോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. പരീക്ഷ എഴുതാൻ പോലും പഠിക്കേണ്ടതും ഈ പ്രായത്തിലാണ്. ആ സമയത്ത് ഒന്നും നടക്കുന്നില്ല. എന്തൊക്കെയോ കുറേ പരീക്ഷകൾ നടത്തുന്നു, മാർക്കിനെക്കുറിച്ച് പേരൻസിനോട് ടീച്ചേഴ്സ് കുറ്റം പറയുന്നു, പേരൻസ് തിരിച്ച് കുറ്റം പറയുന്നു. ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. വേറൊരു വലിയ പ്രശ്നം കുടുംബ ഭവനത്തിലെ ഇഷ്യൂസാണ്. പലപ്പോഴും ഒരു പോസിറ്റീവ് എൻവയോൺമെൻറ്റ് വീടുകളിലില്ല. വീട്ടിലൊക്കെ TVയും വെച്ചുകൊണ്ടൊക്കെ ഇരുന്ന് ഗ്രാൻഡ് പേരൻസും ഒക്കെ അവരുടെ TV കാണുന്നു, മൊബൈൽ ഫോൺ കണ്ടുകൊണ്ടിരിക്കുന്നു. കുട്ടികൾക്ക് പഠിക്കാനുള്ളൊരു സാംസ്കാരിക അന്തരീക്ഷം വൈകുന്നേരമൊക്കെ വീട്ടിൽ സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട്. അത് പലപ്പോഴും സംഭവിക്കുന്നില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ വീട്ടിലെ ഫാമിലിയിലുള്ള ഇഷ്യൂസ്, പേരൻസ് തമ്മിലുള്ള വഴക്കുകൾ, അതുപോലെ ഒരു വീട്ടിലെ ഡിസിപ്ലിൻ, കൾച്ചർ, ഇതൊക്കെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കുട്ടികളെ ബാധിക്കും. അപ്പോൾ കുട്ടികൾക്ക് പോസിറ്റീവായിട്ടുള്ളൊരു ഡിസിപ്ലിനും കൾച്ചറും മാതാപിതാക്കൾ തമ്മിലുള്ളൊരു ഐക്യവും സന്തോഷവും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഭവന അന്തരീക്ഷവും പഠനത്തിന് മുൻഗണന കൊടുക്കുന്ന ഒരു വീട്, കുട്ടികൾ പഠിക്കുമ്പോൾ ആ കുട്ടികളുടെ പഠനത്തിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് അതിനനുസരിച്ച് മറ്റാൾക്കാരൊക്കെ ഇടപെടുമ്പോൾ തന്നെ കുട്ടികൾക്ക് മനസ്സിലാവും പഠനം എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്ന് മനസ്സിലാവും. ഇത് അങ്ങനെയൊന്നുമില്ല. ചില വീടുകളൊക്കെ ഒരു ചന്ത പോലെയാണ് വൈകുന്നേരം.
എങ്ങനെയാണ് പിന്നെ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് സാധിക്കുക? പല പേരൻസും പറയുന്ന ട്യൂഷൻ ടീച്ചറിനെ വിളിച്ചിട്ട് പറയുകയാണ് ടീച്ചറിൻ്റെ വീട്ടിലിരുത്തി അങ്ങ് പഠിപ്പിക്കാമോ? അതൊന്ന് ആലോചിച്ച് നോക്കിക്കുക. സ്വന്തം വീട്ടിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ പോലും പല പേരൻറ്റിനും അറിയില്ല. സ്വന്തം വീട്ടിൽ ഇതിനൊന്നും അവസരം കൊടുക്കാത്ത വീടുകളിൽ ആ കുട്ടികൾക്കൊക്കെ എങ്ങനെയാണ് ഒരു കുടുംബത്തെക്കുറിച്ച് പോലും ഒരു ബോധം ഉണ്ടാവുക? എന്നാലോചിച്ച് നോക്കിക്കുക. അതുപോലെ പല കുട്ടികൾക്കും പഠനത്തിൻ്റെ പ്രാധാന്യം അറിയില്ല. എന്തിനു വേണ്ടിയാണ് പഠിക്കുന്നത്? പഠിച്ചാലുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? പഠനത്തിലൂടെ നമ്മൾ നേടുന്ന ആർജിക്കുന്ന ശക്തി എന്താണ്? നോളജബിളായിട്ടുള്ളൊരു പേഴ്സണ് കിട്ടുന്ന പ്രിവിലേജുകൾ എന്തൊക്കെയാണ്? പഠിത്തം എന്ന് പറയുന്നത് വെറും ജോലി, പഠിത്തം, പൈസ ഇങ്ങനൊരു കണക്ഷനല്ല. ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഒരു പവർഫുൾ പേഴ്സണാണ്. എവിടെയും അവന് കിട്ടുന്ന ഒരു സ്ഥാനമുണ്ട്, എവിടെയും അവന് കിട്ടുന്ന ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. ഇതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. മാത്രമല്ല അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോൾ ഡോക്ടർ വർഗീസ് കുര്യനെ എന്തിനാണ് പരിചയപ്പെടുന്നത്? എങ്ങനെയാണ് അത്തരത്തിലുള്ള ഒരു ലീഡർ എന്ന് ആലോചിച്ച് നോക്കിയാൽ. അദ്ദേഹം ഹി വാസ് ബേസിക്കലി എ മെക്കാനിക്കൽ എഞ്ചിനീയർ, ടേൺഡ് ഔട്ട് ടു ബി ദ ഫാദർ ഓഫ് വൈറ്റ് റവല്യൂഷൻ. എങ്ങനെയാണ് വേൾഡ് ഫുഡ് പ്രൈസൊക്കെ വാങ്ങിച്ച മഹാനായൊരു മനുഷ്യൻ, ഇന്ത്യയിൽ ഇർമ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ എൻ്റെ ഫൗണ്ടർ, ഇങ്ങനെയൊക്കെയുള്ള ഒരാളായിട്ടൊരു വേൾഡ് ലീഡറായിട്ട് എങ്ങനെയാണ് അദ്ദേഹം മാറിയത്? ലോകം മുഴുവൻ റെസ്പെക്റ്റ് ചെയ്യുന്നൊരു മനുഷ്യനായിട്ട് എങ്ങനെയാണ് അദ്ദേഹം മാറിയത്? പാലിൽ വളരെ ഷോർട്ടേജ് ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും പാല് കിട്ടാതിരുന്ന ഒരു രാജ്യത്തിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മിൽക്ക് പ്രൊഡ്യൂസിങ് നേഷനായിട്ട് ഈ രാജ്യത്തെ എങ്ങനെയാണ് അദ്ദേഹം ഉയർത്തിയത്? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന അധ്യാപകരും മാതാപിതാക്കളും ഒക്കെ ഉണ്ടാവണം. ഇതൊന്നും ഉണ്ടാവണില്ല. നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി പരീക്ഷയ്ക്ക് വേണ്ടി കുറച്ച് മാർക്ക് വാങ്ങിപ്പിക്കുക എന്ന് പറയുന്നത് ഇത് വിദ്യാഭ്യാസമല്ല, ഇതൊരുതരം ഭയങ്കരമായ ദാരിദ്ര്യമാണ്. ഇത് വെറും ലിറ്ററസി മാത്രമാണ്. ഇത് തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അന്വേഷിക്കും. ഈ കാര്യങ്ങളിലൊക്കെ എവിടെ നിൽക്കുന്നു, ആസ് എ സ്റ്റുഡൻറ്റ് നമ്മുടെ കുട്ടി എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ അത് വെച്ചുകൊണ്ട് വേണം നമ്മൾ ഒരു കുട്ടിയെ സമീപിക്കാൻ. കുട്ടിയുടെ പ്രോബ്ലംസ് എന്തൊക്കെയാണ്, കുട്ടിയുടെ ഇഷ്യൂസ് എന്തൊക്കെയാണ്, ഇതൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ വളരെ പ്രധാനമായൊരു കാര്യമാണ് കുട്ടിയെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത് പരിഹരിക്കാനുള്ള മാർഗ്ഗം കൂടെ പറഞ്ഞേ. കുട്ടിയെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്താണ് കുട്ടിയുടെ പ്രോബ്ലം? ഈ പറയുന്ന എവിടെയാണ് കുട്ടിയുടെ പ്രോബ്ലം നിൽക്കുന്നത്? വേറെ എന്തെങ്കിലും പ്രോബ്ലം ആണോ? ഇനി ചിലപ്പോൾ കുട്ടിക്ക് എന്തെങ്കിലും ഇമോഷണലായിട്ടുള്ള കാര്യങ്ങൾ കാണും, അല്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും സ്കൂളിലൊക്കെ എന്തെങ്കിലും അഫെയറോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണും, മൊബൈൽ ഫോണുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഷ്യൂസ് കാണും, കുട്ടിക്ക് എന്തെങ്കിലും ബാഡായിട്ടുള്ള എന്തെങ്കിലും ബിഹേവിയർ ആണ്, മോശപ്പെട്ട കൂട്ടുകെട്ട് കാണും, ഇങ്ങനെയൊക്കെ ആവാം. അതുപോലെ പഠനത്തിന്, ആ പഠന പ്രക്രിയയ്ക്ക് ലേണിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. എന്തെല്ലാം അറിയാം, എന്തെല്ലാം മനസ്സിലാക്കി. ഇപ്പോൾ തന്നെ ഒരു കുട്ടി എങ്ങനെയാണ്, ഞാനിപ്പോൾ ഒരു കുട്ടിയുടെ പേരൻറ്റിനോട് സംസാരിച്ചതുള്ളൂ. കുട്ടിക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കുറയുന്നു. കുട്ടിക്ക് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കാൻ അറിയാമോ? പേരൻറ്റ് എന്നോട് മറുപടി പറഞ്ഞാൽ അത് അറിയില്ല സാർ, അതിനറിയാവോ ഇല്ലയോ. ഇന്നേ വരെ ആ കുട്ടി പരീക്ഷ എഴുതാൻ പോകുന്നു, മാർക്ക് കുറച്ച് കൊണ്ടുവരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പല കുട്ടികൾക്കും ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കാൻ അറിയില്ല. നമ്മളൊരു കുട്ടിക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിട്ട്, ഒരു ക്വസ്റ്റ്യനെങ്കിലും കൊടുത്തിട്ട്, മോനെ ഇതൊന്ന് വായിച്ചിട്ട് വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദിസ് ക്വസ്റ്റ്യൻ ഇതൊന്ന് ചോദിച്ചു നോക്കി. പല കുട്ടികൾക്കും ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഒന്ന് അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ ഉത്തരത്തിലേക്ക് എങ്ങനെ വരാം, ഉത്തരം വേണ്ട, ഉത്തരം അവിടെ നിൽക്കട്ടെ, ആ ഉത്തരത്തിലേക്ക് ഞാൻ എങ്ങനെയാണ് സമീപിക്കേണ്ടത്, അതുപോലും പല കുട്ടികൾക്കും അറിയില്ല. അത്തരം കുട്ടികളെ പിന്നെ എങ്ങനെയാണ് നമ്മൾ മിടുക്കരാക്കി എടുക്കാൻ പറ്റുന്നത്? ഒരു ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കാൻ പോലും അറിയാൻ വയ്യാത്ത ധാരാളം കുട്ടികളുണ്ട്. ചുവ നേരെ എഴുതാൻ അറിയാത്ത കുട്ടികളുണ്ട്, കറക്റ്റായിട്ടുള്ള വാക്കുകൾ കയ്യിലില്ലാത്ത കുട്ടികളുണ്ട്, വായിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത കുട്ടികളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കുന്ന വളരെ നന്നായിരിക്കും. ഒരുപാട് കുട്ടികളുടെ കാര്യത്തിൽ പേരൻസ് എല്ലാം അങ്ങ് ചെയ്തു കൊടുക്കുക. ഇപ്പോൾ ഒരു പ്രോജക്റ്റ് തന്നെ കുട്ടി ചെയ്യുമ്പോൾ ആ പ്രോജക്റ്റിലൂടെ കുട്ടിക്ക് ഒരുപാട് ലേണിംഗ് കിട്ടുന്നുണ്ട്, ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. ഇതൊക്കെ അങ്ങ് ചെയ്തു കൊടുക്കുകയാണ് പേരൻറ്റ്. അങ്ങനെ ചെയ്ത് കൊടുക്കരുത്. ആ പ്രോജക്റ്റ് കുട്ടികൾ ചെയ്യേണ്ടതാണ്. കുട്ടികൾ ചെയ്യുന്ന പ്രോജക്റ്റുകൾക്ക് വേണം സ്കൂളിൽ മാർക്ക് കൊടുക്കാൻ. പേരൻറ്റ് ചെയ്തതാണെന്ന് കണ്ടാൽ മാർക്കേ കൊടുക്കരുത്. അതുപോലെ ഈ ChatGPT ഉപയോഗിച്ചും അതുപോലെ തന്നെ കുറേ കളർ പ്രിൻ്റുകളൊക്കെ എടുത്തൊക്കെ ചെയ്തു വയ്ക്കുന്ന പ്രോജക്റ്റുകളെ അല്ല സ്കൂളുകളിലൊക്കെ ഓണർ ചെയ്യേണ്ടത്. വളരെ ജെനുവിനായിട്ട്, അത് എത്ര വൃത്തികേടായിട്ടിരുന്നാലും വളരെ ജെനുവിനായിട്ട് ഒരു കുട്ടിയുടെ പേഴ്സണൽ എഫേർട്ടിൽ ഒരു പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് വാല്യൂ ചെയ്യേണ്ടത്. പലപ്പോഴും അതല്ല സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പേരൻസ് ഇതിനകത്ത് ഓവർ ഇൻഡൾജ് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം. വേറൊന്ന് അമിതമായ ട്യൂഷൻ കിട്ടുന്ന കുട്ടികൾക്ക് പ്രത്യേകിച്ച് വലിയ ലേണിംഗ് ഒന്നും ഉണ്ടാവില്ല. വലിയൊരു കുഴപ്പം എന്നാന്ന് വെച്ചാൽ ലേണിംഗ് ഡിസബിലിറ്റിയോ പഠിക്കാൻ കഴിവില്ലാത്തയോ അല്ലെ പഠിക്കാൻ അറിയാത്ത കുട്ടിയെ ഒരുപാട് കുട്ടികളുള്ള സ്ഥലങ്ങളിൽ പഠിക്കാൻ വിട്ടാൽ ആ കുട്ടിക്ക് പഠിക്കാൻ പറ്റില്ല. അത്തരം കുട്ടികൾക്കൊക്കെ പേഴ്സണലായിട്ടുള്ള ഗൈഡൻസ് ഒക്കെ വേണ്ട കുട്ടികളാണ്. കുട്ടികളുടെ പഠന
പ്രശ്നങ്ങളുടെ കാരണങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. അതുപോലെ വളരെ നമ്മുടെ വീടിൻ്റെ സാഹചര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പഠിക്കാനായിട്ടൊന്ന് ഇമ്പ്രൂവ് ചെയ്ത് കൊടുക്കുക. ഡിസ്ട്രാക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിക്കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളിൽ കുട്ടി നമ്മളറിയാതെ തന്നെ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കുട്ടിയുമായിട്ട് ഡിസ്കസ് ചെയ്യുക, ഫോക്കസ് ചെയ്യാൻ പഠിപ്പിക്കുക, ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ പഠിപ്പിക്കുക, ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ പഠിപ്പിക്കുക, ടൈം മാനേജ് ചെയ്യാൻ പഠിപ്പിക്കുക. ഇങ്ങനെയുള്ള ഒത്തിരി ക്വാളിറ്റീസും കൂടെ കുറച്ച് പേഴ്സണൽ ക്വാളിറ്റീസും പേഴ്സണാലിറ്റിയും ഒക്കെ ഉണ്ടെങ്കിലേ നല്ലൊരു മിടുക്കനായ വിദ്യാർത്ഥിയാകാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ വളരെ പ്രധാനമാണ് കറക്റ്റായിട്ടുള്ള സ്കൂള്, കറക്റ്റായിട്ടുള്ള സിലബസ്, കറക്റ്റായിട്ടുള്ള ടീച്ചേഴ്സ് ഒക്കെ വളരെ ആവശ്യമാണ്. എൻ്റെ അടുത്തൊരു പേരൻ്റ് എന്ന് ചോദിച്ചാണ്, സാറേ ഭയങ്കര മോശമായി കുട്ടിയോട് ബിഹേവ് ചെയ്യുന്ന ഒരു ടീച്ചറുണ്ട്, എന്താണ് ചെയ്യേണ്ടത്? ഞാൻ സ്കൂൾ അതോറിറ്റീസിനോട് കംപ്ലയിൻറ്റ് ചെയ്യണം. കംപ്ലയിൻറ്റ് ചെയ്താൽ അത് വെച്ചിട്ട് വീണ്ടും ടാർഗറ്റ് ചെയ്യുന്ന സ്കൂളാണ്. എന്നാലോചിച്ച് ചോദിക്കുക, അത്തരം സ്കൂളുകളെയൊക്കെ സ്കൂളെന്ന് വിളിക്കാൻ പറ്റും. അപ്പോൾ എവിടെയാണെങ്കിലും തെറ്റുണ്ടെങ്കിൽ തെറ്റാണ്, കറക്റ്റ് ചെയ്യേണ്ടത് കറക്റ്റ് ചെയ്യുക തന്നെ വേണം. അതുപോലെ കുട്ടികൾക്ക് ആവശ്യത്തിന് എൻകറേജ്മെൻറ്റ് സപ്പോർട്ടും ഒക്കെ കൊടുക്കുക. കുട്ടികളുടെ കുറ്റം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ, മാർക്കില്ല, പഠിക്കാൻ അറിയില്ല, മണ്ടനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ കുട്ടികൾ കൂടുതൽ മോശമാകത്തുള്ളൂ. അവർക്ക് എൻകറേജ്മെൻറ്റ് കൊടുക്കുക, സപ്പോർട്ട് കൊടുക്കുക. അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ അതിന് വേണ്ട ഒരു ട്രെയിനിങ് കൊടുക്കുക. വേണമെങ്കിൽ നല്ല ഗൈഡൻസും കൗൺസിലിങ്ങും ഒക്കെ കൊടുക്കുക. പേരൻറ്റിന് ഈ കാര്യത്തിലൊക്കെ ഗൈഡൻസ് എടുക്കണമെങ്കിൽ ഒരു ഗൈഡൻസ് എടുക്കുക. ധാരാളം പേരൻസിനെ ഞാൻ ഗൈഡ് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു അമ്മയാണ് നിർബന്ധിച്ച് അപ്പനെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് നിർബന്ധിച്ച് കൊണ്ടുവന്നത്. പക്ഷേ ആ പിതാവ് വലിയ താങ്ക്ഫുള്ളായിട്ടാണ് തിരിച്ചു പോയത്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ യഥാർത്ഥത്തിൽ ഇന്നാണ് ഒരു പിതാവാകുന്നത്. ഇത് ഓരോരുത്തർക്ക് കിട്ടുന്ന ഒരു തിരിച്ചറിവാണ്, അവർക്ക് കിട്ടുന്ന ആ അവസരത്തിൽ അദ്ദേഹം അതിനുവേണ്ടി വന്നതുകൊണ്ടാണ് അങ്ങനെ. ചിലർ വരുത്തുപോലുമില്ല. നല്ല ഗൈഡൻസൊക്കെ എടുക്കുക, കുട്ടികൾക്ക് വേണ്ടി നല്ല ഗൈഡൻസൊക്കെ പേരൻസ് എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ റീസണബിളായിട്ടുള്ള ഗോൾസ്. അവനവൻ്റെ കുട്ടികളുടെ ബുദ്ധിയൊക്കെ അവനവൻ മനസ്സിലാക്കണം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഈ ജെനറ്റിക്സ് എന്ന് പറയുന്നത് നമ്മളാണ് കൊടുത്തിരിക്കുന്നത്. ആ കുട്ടിയുടെ ബുദ്ധിയിൽ എന്തെങ്കിലും കുറവുണ്ട് അല്ലെങ്കിൽ പരിമിതികളുണ്ട്, അതൊക്കെ നമ്മളാണ് മനസ്സിലാക്കേണ്ടത്. എല്ലാ കുട്ടികളെയും കളക്ടറാക്കാനും ഡോക്ടറാക്കാനും ഒന്നും പറ്റില്ല. അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെ ആയാലും വൃത്തികേടായിരിക്കും. ഓരോന്നും ആവേണ്ടവരായിക്കോട്ടെ. ഒരു ബ്യൂട്ടീഷ്യനും വലിയ സാധ്യതകളുണ്ട്. ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരാൾക്കും വലിയ സാധ്യതകളുണ്ട്. ഒരു കലാകാരനും വലിയ സാധ്യതയുണ്ട്. ഒരു കളിക്കാരനും വലിയ സാധ്യതയുണ്ട്. എല്ലാത്തരം ആൾക്കാരെ ഈ ലോകത്ത് വേണം. നടന്മാരെ വേണം, സാമൂഹിക പ്രവർത്തകരെ വേണം, രാഷ്ട്രീയ രംഗത്തെ ആൾക്കാരെ വേണം, സാംസ്കാരിക രംഗത്തെ ആൾക്കാരെ വേണം, എല്ലാ രംഗത്തും ആൾക്കാരെ വേണം. നല്ല കൗൺസിലേഴ്സിനെയും സൈക്കോളജിസ്റ്റുകളെയും ഒക്കെ നമുക്ക് ആവശ്യമാണ്. നല്ല മനുഷ്യരെ വേണം. ഇതെല്ലാം ലോകത്ത് ആവശ്യമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് എല്ലാവരും ഡോക്ടറും കളക്ടറും ആക്കി മാറ്റാനുള്ള ഒരു രോഗാതുരമായ സമൂഹത്തെ എൻകറേജ് ചെയ്യാതിരിക്കുക. നിങ്ങൾ പേരൻ്റ് എന്ന നിലയിൽ നിങ്ങളുടെ കുട്ടിയുടെ കഴിവിനനുസരിച്ച് അവനെ എന്താക്കി മാറ്റാം, അതിനൊക്കെ നിങ്ങളെ സഹായിക്കാനാണ് കരിയർ എക്സ്പേർട്ടുകളൊക്കെ ഉള്ളത്. നിങ്ങളുടെ കുട്ടിയുടെ കഴിവ് ഏത് ലെവലിലും ആയിക്കോട്ടെ, അവിടെ നിന്ന് എങ്ങനെയാണ് ഒരാളെ ഏറ്റവും പവർഫുള്ളാക്കി മാറ്റാൻ കഴിയുന്നത്, അത് അവർ സഹായിക്കും. ഇങ്ങനെയൊക്കെയുള്ള സേവനങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാം, ഒരു സംശയമില്ല. കമ്പാരിസൺ വേണ്ട. മറ്റുള്ള കുട്ടികളുമായിട്ട് നിങ്ങളുടെ കുട്ടിയെ കമ്പയർ ചെയ്യരുത്. കമ്പാരിസൺ ഇസ് സിൻ. കാരണം അത് വേറെ വീട്ടിലെ കുട്ടിയാണ്, അത് വേറെ ജെനറ്റിക്സാണ്. ആ കുട്ടിയുടെ എൻവയോൺമെൻറ്റ് വേറെയാണ്, ആ കുട്ടിയുടെ ഇൻ്റലിജൻസ് വേറെയാണ്. ആ കുട്ടിയെ നമ്മുടെ കുട്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളൊരു ചീപ്പ് പാരൻ്റായി മാറുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും കമ്പയർ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഒരുപാട് മാർക്ക് ഫോക്കസ്ഡ് ആകാതിരിക്കുക. മാർക്ക് മാത്രം ഫോക്കസ് ചെയ്തുള്ള പഠിത്തം ഒരു ഗുണവും ചെയ്യില്ല. മേളോട്ട് വരുമ്പോഴത്തേക്ക് അവർക്ക് ആ നോളജ് ഒന്നും ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അതുപോലെ കുട്ടികളുടെ നെഗറ്റീവ്സിൽ മാത്രം എപ്പോഴും ശ്രദ്ധിക്കാതിരിക്കുക. അവരുടെ പോസിറ്റീവ്സിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു പോസിറ്റീവ് സെൽഫ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്കിവിടെ പരിശ്രമിക്കാം. കുട്ടി എവിടെയാണ് നല്ലത്, ഏത് കാര്യത്തിനാണ് മിടുക്കൻ എന്നൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാം. പിന്നെ വിദ്യാഭ്യാസം ഒരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. ചെറിയ പ്രായത്തിൽ പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ചിലപ്പോൾ ഭയങ്കരമായിട്ട് പഠിച്ചു എന്നൊക്കെ വരും. അതൊന്നും നമുക്കറിയില്ല. നമ്മൾ എൻകറേജ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. കുട്ടികൾ ആരാകും എന്നുള്ളതിനെക്കുറിച്ചൊന്നും വലിയ പറയൊന്നും വേണ്ട. ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്ത് പഠിച്ചാലും വലിയ ചലഞ്ചാണ് ലോകത്ത്. അതുകൊണ്ട് കുട്ടികൾക്ക് ഏറ്റവും മിടുക്കരാകാൻ കഴിയുന്ന രീതിയിൽ അവർ പഠിച്ചു വരട്ടെ. പഠനത്തിൽ പുറകോട്ട് നിൽക്കുന്ന കുട്ടിയാണെന്നും പറഞ്ഞ് അതിന് വേറെന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ ആ കഴിവിനെ എൻകറേജ് ചെയ്യുക. പല പേരൻറ്റും പറയുന്ന ഒരു കാര്യം, സാറേ അവന് പഠിക്കാനേ ഉള്ളൂ ബുദ്ധിമുട്ട്, ബാക്കി എല്ലാ കാര്യത്തിനും അവൻ മിടുക്കനാണ്. ഭാഗ്യമല്ലേ, ബാക്കി ഒരുപാട് കാര്യങ്ങൾക്ക് അവൻ മിടുക്കനാണല്ലോ. അവൻ എന്തിനാണ് മിടുക്കൻ, ആ കാര്യത്തിൽ അവനെ എൻകറേജ് ചെയ്ത് അതിലേറ്റവും പോസിറ്റീവും പവർഫുള്ളും ആക്കി അവനെ മാറ്റിയാൽ തന്നെ അവന് വലിയ സാധ്യതകളുണ്ടാകും, അല്ലെങ്കിൽ അവൾക്ക് നല്ല സാധ്യതകളുണ്ടാകും. അതുകൊണ്ട് പഠിക്കാൻ മാത്രമാണ് ബുദ്ധിമുട്ടുള്ളതെങ്കിൽ, ചില കുട്ടികളോ അവർക്ക് പഠിക്കാനും കഴിവില്ല, മറ്റു പല കാര്യങ്ങൾക്കും കഴിവില്ലാത്ത കുട്ടികളുണ്ട്.
ആ കുട്ടികളെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കി. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പഠിക്കാൻ മാത്രം കഴിവ് ഇല്ല എന്ന് പറയുന്നത് ഒരു വലിയ പോരായ്മയൊന്നുമല്ല. ഒരു കുട്ടിയും ഒരു യൂസ്ലെസ് കുട്ടിയല്ല. എല്ലാ കുട്ടികളിലും സാധ്യതയുണ്ട്. നമ്മുടെ സമീപനമാണ് മാറ്റേണ്ടത്. ഒരു കുഞ്ഞിനെ ചേർത്ത് പിടിക്കുമ്പോൾ, നമ്മൾ ഒരു കുഞ്ഞിന് വില കൊടുക്കുമ്പോൾ ആ കുഞ്ഞിന് വിലയുണ്ടാകും. നമ്മളൊരു കുഞ്ഞിന് റെസ്പെക്റ്റ് കൊടുക്കുമ്പോൾ ആ കുഞ്ഞിന് റെസ്പെക്റ്റ് ഉണ്ടാകും. നമ്മളൊരു കുഞ്ഞിന് സ്നേഹം കൊടുക്കുമ്പോൾ ആ കുഞ്ഞിൽ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. നമ്മുടെ സമീപനങ്ങൾ പോലും ഒരു കുട്ടിയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. നന്നായി സമീപിക്കുക. എപ്പോഴും കുറേ കുറ്റവും പറഞ്ഞ്, കുറവും പറഞ്ഞ്, പ്രശ്നവും പറഞ്ഞ് കുട്ടികളെ സമീപിച്ചു കഴിഞ്ഞാൽ കുട്ടികളിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് മാത്രമല്ല, അവരുടെ സെൽഫ് എസ്റ്റീമും ആത്മവിശ്വാസവും ഒക്കെ തകരാറിലാവും. ലോങ് റണ്ണിൽ അത് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആവും. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെയൊക്കെ കാര്യത്തിൽ എനിക്കറിയാം. ഈ വഴിതെറ്റിയൊക്കെ പോകുന്ന പല പെൺകുട്ടികളും അവർക്ക് വീട്ടിൽ സ്നേഹവും അംഗീകാരവും കിട്ടാത്തതുകൊണ്ടാണ് പോകുന്നത്. അതിൻ്റെ പ്രധാന പ്രശ്നം ഈ പഠിത്തത്തിൻ്റെ പേരിലുള്ള വഴക്കാണ്. ഒരു കുട്ടിക്ക് പഠിക്കാൻ അധികം കഴിവില്ല, കുഴപ്പമില്ല, ആ കുട്ടിയെ അങ്ങ് ചേർത്ത് പിടിച്ചോ. ആ കുട്ടിക്ക് എന്താണ് സാധ്യത ഉണ്ടാക്കാൻ കഴിയുന്ന ആ രീതിയിൽ അതിനെ ഒരു സാധ്യതയുള്ള ആളാക്കി മാറ്റാൻ ഒരു പ്രയാസമില്ല. അങ്ങനെ സാധ്യതകളുണ്ടായ നൂറുകണക്കിന് കുട്ടികളെ ഗൈഡ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഇത് സ്നേഹത്തോടെ പറയുന്നത്. എല്ലാ കുട്ടികൾക്കും സാധ്യതയുണ്ട്. എല്ലാവരെയും നമുക്ക് മിടുക്കരാക്കി എടുക്കാൻ പറ്റും. പക്ഷേ അതിന് സത്യസന്ധമായ, സ്നേഹമുള്ള, ഒരു നന്മയുള്ള ഒരു അപ്രോച്ച് എല്ലാവരിലും ഉണ്ടാകും. ഹാപ്പി ലിവിങ്. താങ്ക് യു.